സ്പെഷ്യൽ വഴിപാടാണ്. ഒഴുക്കം മട്ടിലുള്ളൊന്നും വേണ്ട വരെ. എന്നാ പിന്നെ ഒരു ചുറ്റുവിളക്ക് ആയിക്കോട്ടെ. ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഭർത്താവിന്റെ നാളും പേരും ഇങ്ങോട്ട് പറഞ്ഞോളൂ. നാളെ അനിഴം, പേര് പരേതൻ. പരേതനോ? അങ്ങനെ ഒരു പേര് ജീവിച്ചിരിക്കുന്ന ഒരു ഭർത്താവിന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ജീവിച്ചിരിപ്പുണ്ടെന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നൊരു പരേതനാണ്. ഒന്നുകൂടി ജീവിപ്പിക്കണമെന്ന് മോഹമുണ്ട്. അതുകൊണ്ടാ പിറന്നാളായിട്ട് ഞാൻ ഇവിടെ വന്നത്. എങ്ങനെയാ ഭർത്താവ് പരേതനായത്? വശീകരണവാരേ, എണ്ണിയാ തീരാത്തത്ര സുന്ദരിമാര് അങ്ങേരെ വശീകരിച്ച് പരേതനാക്കി. അതിന് ഈ വഴിപാടിന്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ നല്ല ഒലക്കം ഉണ്ടാവുമല്ലോ. അതെടുത്ത് പരേതന്റെ ചന്തിക്കിട്ട് 4 പെടപടച്ചാ ഈ വശീകരണൊക്കെ എന്റെ പാട്ടിനങ്ങ് പൊയ്ക്കോളും. ആ ഒലക്കെടുത്ത് ആദ്യം അടിക്കേണ്ട തന്റെ ആന ചന്തി കിട്ടാടോ. അമ്പലക്കുളത്തിൽ കുളിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്കല്ലോ തന്റെ പണി. എന്നെ 4 ആള് വശീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവാടാ. ആ പേരും പറഞ്ഞ് നീ ഇവിടെ വശീകരിക്കാൻ ചെന്നാണ്ടല്ലോ, ഇടിച്ച് നിന്റെ മുള്ളോണി വരെ ഞാൻ മാന്തും. തൃപ്തിയാടി എന്റെ ഭാര്യയെ. ഇത്ര പരസ്യമായിട്ട് നീ എന്നൊരു പരേതനാക്കിയില്ലേ. ഇതിന് പകരം വീട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ആണിന്റെ മെഡലും വെച്ചോണ്ട് നടന്നിട്ട് എന്താടി കാര്യം? എന്നാ പിന്നെ ഇന്ന് ആരെങ്കിലും കൊണ്ട് എന്നെ ഒന്ന് വശീകരിപ്പിച്ചിട്ട് തന്നെ കാര്യം. കൊച്ചുമുതലാളി വിട്ടോ? എന്റെ കൺമുമ്പിൽ വെച്ചല്ലേ ഒരുത്തിയുടെ സ്കൂട്ടറിന്റെ പുറകെ കയറി ഇരുന്ന് പോയത്. കാര്യമുണ്ടെന്ന് അറിയാതെയാണ് നിങ്ങൾ എല്ലാരും കിടന്ന് ബഹളം വെക്കുന്നത്. ഈശ്വരനാണ് സത്യം. എന്റെ കൊച്ചുമുതലാളിയുടെ മനസ്സ് ശുദ്ധമാണ്. അത് വെണ്ണക്കല്ലി കൊത്തിയെടുത്ത മനസ്സാ. അപ്പൊ കൊച്ചുമുതലാളിയുടെ പിന്നാലെ ഒരൊറ്റ പെണ്ണുങ്ങളില്ലെന്നാണോ നീ പറയുന്നത്? ഇല്ല, സത്യമായും ഇല്ല. ഇവൻ വായി നോക്കി നടക്കണ അത്രയും പെണ്ണുങ്ങൾ യാതായാലും ഇല്ല. ഞാൻ പറയണത് വിശ്വസിക്കണം. എവിടെ കിടക്കുന്ന പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞ് അവനവന്റെ ജീവിതം നടത്തി എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഈങ്കിലാവ് വിളിക്കുന്നത്? നീയും ഞാനൊക്കെ എന്തിനാടി അവന്റെ തന്തയും തള്ളയായിട്ട് ജനിച്ചത്? എന്താ കണ്ണിക്കണ്ട പെണ്ണുങ്ങളെല്ലാം കൂടി കൊഞ്ചിക്കുഴഞ്ഞ് അവന്റെ നിന്ന് അടിച്ചെടുത്ത തുക എത്രയാണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? ബാങ്കിൽ നിന്ന് ആള് വന്നിരുന്നു. ഇങ്ങനെ പോയാൽ അവൻ എന്റെ കുഴി തോണ്ടും. ഇവനോട് തന്നെ അതെടുത്ത് അതിനകത്ത് ആണാണോ പെണ്ണാണോ നോക്കാൻ പറ. പോയി നോക്കടാ. ഹലോ, ഞാൻ മോഹിനിയാണ്. എനിക്ക് ബാലഭാസ്കരൻ കൊച്ചുമുതലാളിയെ ഉടനെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം. ഈ വീട്ടിൽ അങ്ങനെ ഒരുത്തനില്ല. നിനക്കൊക്കെ എന്താടി വേണ്ടത്? ഒരു കുടുംബം കലക്കിയത് പോരെ? ഞാൻ പറഞ്ഞില്ലേ അതും പെണ്ണാണ്. നിർത്തടാ. നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? ബാലഭാസ്കരൻ കൊച്ചുമുതലാളി അവിടെ ഇല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ അച്ഛൻ കൈമൾ മുതലാളിയെ കിട്ടിയാലും മതി. ഓരും പെട്ടവളെ, നീ എന്താടി പറഞ്ഞത്? എന്താ ചോദിച്ചു? അവക്ക് അവനെ കിട്ടൂല്ലെങ്കിൽ എന്നെ മതിയെന്ന്. അയ്യേ, ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേക്ക്. ഞങ്ങൾ കേൾക്കുന്നുണ്ടേ. പറയാനുള്ളത് ഇങ്ങോട്ട് പറഞ്ഞോ. ആൽബർട്ടും ജോണിയും കൂടെ ചതിക്കുകയാണ്, കൊച്ചുമുതലാളിയുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെയല്ലേ എന്റെ മോഹിനി നീ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു കാര്യം നീ മറന്നു. നിന്റെ ജീവൻ ഇപ്പൊ അതിലും വലിയ അപകടത്തിലാണ്. സത്യം പറയാതെ നീ എങ്ങനെ പന്തും കൊണ്ട് ഓടിപ്പോയാൽ എങ്ങനെ? അവളെവിടെ? ആ മോഹിനി അവൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാതെ നിന്നെ ഒരാൾ എന്റെ അടുത്തോട്ട് അയക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറയണേ, അവളെവിടെ? എനിക്ക് അറിയില്ല. ഇതിനേക്കാൾ സുന്ദരമായിട്ട് അവൾ എന്റെ മുമ്പിൽ കൊഞ്ചിട്ടുണ്ടടി. പറയടി ചൂര്, അവളെവിടെ? കൊച്ചുമുതലാളി എവിടെ? ഞാനാ കുറച്ചു മുമ്പ് വിളിച്ചത്. കേട്ടോളെ, അവനെയും തിരക്ക് ഇതിനകത്ത് കയറി വരാൻ മാത്രം നീ ആരാടി? ഞാൻ മോഹിനി. നീ ഏത് മോഹിനിയാണെങ്കിലും ഇപ്പൊ ഇറങ്ങണം അവിടുന്ന്, ഇല്ല ഞാൻ ചൂടെടുക്കും. ഞാൻ പറയുന്നത് കേൾക്കണം. കൊച്ചുമുതലാളിയുടെ ജീവൻ അപകടത്തിലാ. ആയിരിക്കുമല്ലോ. നിന്നെപ്പോലുള്ള യക്ഷികളുമായിട്ടല്ലേ അവന്റെ കൂട്ടുകെട്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എനിക്ക് അദ്ദേഹത്തോട്
ഇങ്ങോട്ട് വരെ. മാനം മര്യാദക്ക് ജീവിക്കുന്ന കൊച്ചുമലയാളി നശിപ്പിക്കാൻ ഒരുമിട്ടിരിക്കുക ഓരോ അലവരാതികള്. കൊച്ചുമലയാളി ഈ ശിവദാസിന് പണ്ട് തുടങ്ങി അറിയാൻ മുതലാളി. ഇവറ്റകളൊക്കെ ആ പാവത്തിന് നശിപ്പിക്കാൻ തുടങ്ങിയ കാലം കുറെ. ഇനി ഞങ്ങളെ സമ്മതിക്കില്ല. ഇവിടെ ഞങ്ങൾക്കറിയാം. ഇതിന് ഞങ്ങൾക്ക് വിട്ടതാ. എടുത്തോണ്ട് പോടോ ഇവിടുന്ന്. ഇവിടെ വെച്ചെങ്ങാനും വാ തുറന്ന നിന്റെ നാവിയം പിഴുതെടുക്കും. എന്റെ മോനിത് എന്ത് പറ്റി? കണ്ട പെണ്ണുങ്ങളൊക്കെ ഇനി ഇതിനകത്ത് വന്നു കയറി താമസിക്കാനും തുടങ്ങും. എന്റെ ഈശ്വര, എനിക്ക് വയ്യ. കേൾക്കുമ്പോ അത് ഒരു വിഷമം. അവൾ എന്താ ഏതാന്നൊക്കെ അളിയനൊന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? അത് അന്വേഷിക്കേണ്ട താമസയുള്ളൂ. അവൾ അവിടെ കയറി കുറ്റിയടിക്കും. ഇത്തരം സാധനത്തിനൊക്കെ ചൂലെടുത്ത് തല്ലി ഓടിക്കാ വേണ്ടത്. എല്ലാം സഹിക്കാം. അവൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്നൊരു പെൺകുട്ടിയില്ല വീട്ടില്. അവളുടെ മുന്നിൽ തല ഉയർത്തി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്കിപ്പോ. ഒന്നേ ഉള്ളുവെങ്കിലും അതിന് രണ്ടായി കാണാമെന്ന് വിചാരിച്ച ഇവള് ബാലാന്ന് ഞാൻ ഭാസ്കരാന്ന് വിളിച്ച് ബാലഭാസ്കരനാക്കിയത്. ആ രണ്ടെണ്ണത്തിൽ ഒരുത്തം പോലും ഗുരുത്വം പിടിച്ചില്ല. അതാ കഷ്ടം. ബാലഭാസ്കരൻ എന്ന് വെച്ചാ സൂര്യൻ അർത്ഥം. അതെ, അതുകൊണ്ടാണല്ലോ അവന് ചുറ്റും ഉപഗ്രഹങ്ങളെ പോലെ സകല പെണ്ണുങ്ങളും ഇങ്ങനെ കിടന്ന് ചുറ്റുന്നത്. ബാലഭാസ്കരാന്ന് വിളിക്കാൻ തോന്നിയതായാലും നന്നായി. വല്ല യൗന ഭാസ്കരാന്നോ മറ്റോ വിളിച്ചിരുന്നെങ്കിൽ അവനാ വീടിപ്പം വല്ല ലേഡീസ് ഹോസ്റ്റലുമാക്കി മാറ്റിയതേ. ഓ എന്തൊക്കെയാ മോനെ അമ്മയെ കാണുന്നത്? നിന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് മോഹിനി എന്ന് പറഞ്ഞൊരു പെണ്ണ് വീട്ടിൽ വന്നു. എന്നിട്ട് അവളെവിടെ? എനിക്ക് അവളെ കാണണം. എന്റെ ഗുരുവായൂരപ്പ, കേട്ടില്ലേ ഇവൻ പറയുന്നത്? ഇവരവളെ കാണണം. കാര്യം അറിയാതെ ബഹളം വെക്കരുത്. അവൾ എവിടെ ഉണ്ടെന്ന് പറ. അവളിപ്പോ എവിടെയില്ല. ഇവരെല്ലാരും കൂടെ അവളെ ആട്ടി ഇറക്കി. പിന്നാലെ കുറെ തരുവാടന്മാർ വന്ന് അവളെ ചവിട്ടി അരച്ച് എടുത്തോണ്ട് പോവുകയും ചെയ്യും. നിൽക്കണ അവിടെ. നീ എങ്ങോട്ടാ? എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഒന്നും രണ്ടും ഒന്നുമല്ല, രൂപ 20 ലക്ഷം അവൾ എന്നെ മുക്കിയത്. അവളുടെ ചേട്ടൻ സെക്യൂരിറ്റി വന്ന രേഖകളൊക്കെ തട്ടിപ്പാണെന്ന് ഞാൻ ചത്തു തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ലക്ഷങ്ങൾ എടുത്ത് ഉരുട്ടി കൊടുക്കാൻ മാത്രം എന്ത് ബന്ധമാടാ നിനക്ക് അവളുടെ ചേട്ടനായിട്ടുള്ളത്? അവളെ അവളുടെ ചേട്ടനെയൊക്കെ എനിക്കൊരാൾ പരിചയപ്പെടുത്തി തന്ന. ആര്? ഒറ്റയ്ക്കല്ലേ കളി? ഏയ്, ഇത്രയും നേരം 4-5 പേരുണ്ടായിരുന്നു. എല്ലാരും എങ്ങോട്ടോ പോയി. നീ എന്താ ഇവിടെ? ഞാൻ ആകെ വിഷമത്തിലടാ. ഒരു ഡോക്ടറെ കാണാൻ ഇറങ്ങിയതാ. ഉറക്കത്തിൽ എണീറ്റുള്ള പഴയ നടത്തം വീണ്ടും തുടങ്ങി. ഇന്നൊരു ലോറിയുടെ മുമ്പിൽ പെടാതെ രക്ഷപ്പെട്ടു തന്നെ ഭാഗ്യേ. ഞാൻ മനഃപൂർവ്വം ഇറങ്ങി കിടക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു. എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ആകെ ഒരു മൂടൗട്ട്. അതിനിടയില മോഹിനി എനിക്കിട്ട് ശരിക്കും വെച്ചടാ. ഒരു കള്ള പ്രോനോട്ടും കുറെ വ്യാജ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ച് എന്റെ കുറെ പണം അവളുടെ ചേട്ടനും കൂടി മുക്കി. എനിക്ക് അവളൊന്ന് കണ്ടുപിടിക്കണം. നിനക്കെന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അവളൊക്കെ ഏതാ മോനെ സാധനം? ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എന്റെ കഴുത്തിൽ നിന്ന് ഒരു സ്വർണ്ണമാലയും പൊക്കി സ്ഥലം വിട്ട് അവള് പിന്നെ പൊങ്ങിയത് 6 മാസം കഴിഞ്ഞിട്ടാ. ചോദിച്ചപ്പോ അവളുടെ അമ്മയുടെ ഒരു ചിരി. അപ്പോ അവളെ പൊക്കാൻ പറ്റില്ലല്ലേ? കിട്ടിയാ ഭാഗ്യം. എന്നാ നമുക്ക് അവളെ പൊക്കണം. അവളെ മാത്രമല്ല, അവളുടെ ചേട്ടനെ. എന്നിട്ട് വെട്ടി നുറുക്കി കുഴിച്ചു മൂടണം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടാവൂ? ഉണ്ടാവും. ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോളെ? ഒന്നും കേൾക്കണ്ടമ്മേ. എത്ര പറഞ്ഞിട്ടുള്ളൂ വിശ്വസിക്കുന്നില്ല. നീ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ? എനിക്ക് അമ്മയെ പോലെ കള്ളത്തരം പറയാൻ വയ്യ. ഞാനും അവളും തമ്മിൽ നല്ല ബന്ധത്തില. എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് അവളെ തല്ലി ഓടിച്ച് നിങ്ങളെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. സ്വന്തം വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ഈ കാവടിയും കെട്ടിവെച്ച് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയല്ലോ. പോണില്ലേ? ഇല്ല, പോണില്ല. അങ്ങനെ എന്നെ പറഞ്ഞു വെച്ച് ഒറ്റയ്ക്ക് സുഖിക്കാന്ന് വിചാരിക്കണ്ട. എന്നെ പോലെ 100,000 പേരുണ്ടെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞതല്ലേ. ഒരൊറ്റ എണ്ണത്തിന്റെ കൂടെ നിങ്ങളുടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എങ്ങും പോവില്ല. നീ എങ്ങും പോണ്ടടി. എനിക്ക് പോവാറിയാം. നീ വിചാരിച്ച എന്നെ തടയാനും കഴിയില്ല. മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാ എനിക്ക് പിന്നെ നിന്റെ സമ്മതം ഒന്നും ആവശ്യമില്ലടി.